സിദ്ദിഖിൻ്റെ ഈ മൊഴി 1.5 മണിക്കൂർ നീണ്ട മൊഴി അത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്ന രീതിയിലല്ല എന്നുള്ള ഒരു നിലപാട് ഒരുപക്ഷേ പോലീസും സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. നമ്മോടൊപ്പം റിനു ശ്രീധർ കൂടി ചേരുന്നുണ്ട്. റിനു, എങ്ങനെയാണ് നമുക്ക് ഒരുപക്ഷേ ഈ 1.5 മണിക്കൂർ കൊണ്ടുള്ള ഈ മൊഴിയെടുപ്പിൽ എന്തായിരിക്കും പോലീസ് ഉദ്ദേശിക്കുന്നത്? കാരണം ഏറ്റവും ശക്തമായ തെളിവുകളും എല്ലാമുള്ള കേസാണല്ലോ ഇത്. 1.5 മണിക്കൂറിൽ പൂർണ്ണമായ തെളിവ് പോലീസിന് കിട്ടുമോ? നിലവിൽ 1.5 മണിക്കൂർ പ്രാഥമികമായിട്ടുള്ള ചില വിവരങ്ങൾ ശേഖരിക്കുക, വിവരശേഖരണം മാത്രമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതും. നോട്ടീസിൽ അത്തരം ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്, വിവരശേഖരണം മാത്രം എന്നുള്ളതാണ്. തുടർന്ന് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്നുള്ളതും ആ നോട്ടീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഈ നർക്കോട്ടിക് സെല്ലിൻ്റെ ACP ആണ് ഈ ഒരു നോട്ടീസ് നൽകിയിട്ടുള്ളത്. ചോദ്യം ചെയ്യലിൽ നിന്ന് എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് 11:30 രാവിലെ തന്നെ അദ്ദേഹം തിരുവനന്തപുരം കമ്മീഷണറേറ്റിൽ എത്തുകയും ചെയ്തു. കമ്മീഷണർ ഓഫീസിൽ 9:40 കൃത്യമായി സമയം പറയുകയാണെങ്കിൽ 2 മിനിറ്റിനകം തന്നെ നമ്മൾ വാർത്ത വിഷ്വൽ സഹിതം പുറത്ത് വിട്ടു. അദ്ദേഹം എത്തുന്നു. അവിടെ അത്യാധുനിക സൗകര്യ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രത്യേകം സജ്ജീകരിച്ച ഈ ചോദ്യം ചെയ്യൽ സജ്ജീകരിച്ചിട്ടുള്ള റൂമിലേക്ക് എത്തിക്കുന്നത്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യാധുനിക സൗകര്യമാണ് ഈ റൂമിന്. വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ചോദ്യം ചെയ്യുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വീക്ഷിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനുമുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും SP ആയിട്ടുള്ള മധുസൂദനൻ അതുപോലെ തന്നെ മെറിൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഏകദേശം 1.5 മണിക്കൂർ ചോദ്യം ചെയ്യൽ കൃത്യമായി വിവരശേഖരണം നടത്തിയ ശേഷം സുപ്രീം കോടതിയെ അറിയിച്ച് അറസ്റ്റ് വേണമെന്ന ആവശ്യം ഒരുപക്ഷേ പോലീസ് ഉന്നയിക്കാൻ സാധ്യതയുണ്ടാവും. തീർച്ചയായും. കാരണം പോലീസിന് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ആദ്യം തന്നെ ഉണ്ടായിരുന്നു, ചില പോരായ്മകൾ ഉണ്ടായിരുന്നു, വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും കൂടുതൽ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏകദേശം 12ഓളം കേസുകളാണ് ഈ മൊഴി നൽകിയതിനപ്പുറം പരാതിയിൽ നിന്ന് എടുത്തത്. അതായത് പിന്നീട് പരാതി ലഭിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തെളിവ് ലഭിച്ചതും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കേസ് എന്ന് തന്നെ പറയേണ്ടി വരുന്നത് ഈ സിദ്ദിഖിനെതിരായിട്ടുള്ള കേസാണ്. ഇതിൽ തന്നെ നിർണായകമായിട്ടുള്ള സാക്ഷിമൊഴികളും ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് കണ്ടെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഈ അതിജീവിത ഈ പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം കഴിഞ്ഞ ഒരു വർഷത്തിനകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ഒരു പ്രതികരണം നടത്തുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഹൈക്കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഹൈക്കോടതി ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു. എന്നായാലും ഇപ്പോൾ ഈ ഇത്രയും വലിയൊരു കേസ് എന്ന് വേണമെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിദ്ദിഖിൻ്റെ കേസ് നമുക്ക് പറയാം. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അതായത് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തു സർക്കാർ ഇങ്ങനെ ഒരു കമ്മീഷനൊക്കെ വെച്ച് പഠിച്ചതിന് ശേഷം, കമ്മിറ്റിയൊക്കെ വെച്ച് പഠിച്ചതിന് ശേഷം ഒരു കേസെങ്കിലും രജിസ്റ്റർ ചെയ്ത് കസ്റ്റഡിയിലെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് ആയിട്ടില്ല എന്ന് പറയുന്നത് ഈ അന്വേഷണ സംഘത്തിനെ വലിയ രീതിയിൽ ഇകഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിൻ്റെ കേസിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കുക, റിമാൻഡ് നടപടികളിലേക്ക് പോവുക, കോടതി നടപടികളിലേക്ക് പോവുക എന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അഭിമാനം, പോലീസിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും ഇതിലൊരു പ്രധാനമാണ്. അത്രത്തോളം മൊഴിയുണ്ട്, ശാസ്ത്രീയ തെളിവുകളും. അതായത് സിദ്ദിഖ് അവിടെ എത്തിയതിൻ്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. അതേസമയം അതിജീവിത അവിടെ എത്തിയതിൻ്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. മൊഴിയിൽ അന്നേ ദിവസം മുതൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ഈ അതിജീവിത നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഏറ്റവും വിശ്വാസത്തോടു കൂടി ഒരുപക്ഷെ ശിക്ഷ വാങ്ങി നൽകാമെന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കേസും ഇതായിരിക്കും അല്ലേ? തീർച്ചയായും. കാര്യം ഈ ഞാൻ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞത് ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഈ പോലീസിനുണ്ടായിരുന്നു സിദ്ദിഖിൻ്റെ ഈ കേസിൽ. പക്ഷേ അതെല്ലാം പാളിപ്പോയൊരു സാഹചര്യമാണുള്ളത്. എങ്കിൽ പോലും സുപ്രീം കോടതിയിൽ ഈ ഒരു കേസിലാണ് തടസ്സ ഹർജി ഉൾപ്പെടെ 2 തടസ്സ ഹർജി ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അതിജീവിത തന്നെ തടസ്സ ഹർജിയുമായി പോകുന്ന ഒരു സാഹചര്യം. പക്ഷേ സുപ്രീം കോടതി 2 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം നൽകുന്നു. ആ 2 ആഴ്ചത്തേക്ക് ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. 22-ാം തീയതി കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നു.